start. Hello friends, welcome to my YouTube channel Roam Her Life. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞു ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാണ്. കുഞ്ഞു ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 34 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 35 മിനിറ്റ് യാത്രയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അപ്പം ഇതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റിലെ കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. അപ്പം അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാന് തംസപ്പ് പറയുന്നുണ്ട്, മമ്മി തംസപ്പ് പറയുന്നുണ്ട്. അവർ വന്നിട്ട് നല്ല തണുപ്പാണല്ലോ. അപ്പം കുഞ്ഞു മോള് ഉറങ്ങുകയാണ്. ഞാനും പപ്പയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ സ്ഥലത്തെത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു. പപ്പയും മമ്മിയൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തംസപ്പൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. മോനാണെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ, നമ്മളൊരു മലയുടെ മേളിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഈ താഴ്വാരത്തിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് ഇത്രയും മേളിൽ വന്നത്. അപ്പോൾ മോള് ഉറങ്ങി എണ്ണിറ്റിട്ടുണ്ട്. അവൾ കാറിൽ കയറുമ്പോൾ അപ്പം തന്നെ ഉറങ്ങും. അത് കഴിഞ്ഞ് അവൾ ഉറങ്ങി എണ്ണിറ്റു. അവൾക്ക് ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ ചെന്നപ്പം 4 മണി കഴിഞ്ഞു. 4 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് എടുക്കുന്ന ഓട്ടോമാറ്റിക് മെഷീൻ വർക്കാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ലൈൻ എന്ന് പറയുന്ന സംഭവം 4 മണി വരെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ദിവസം ഞാൻ നല്ല വൃത്തിക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. നല്ല ആസ്വദിച്ച്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കിൻ്റെ അടുത്തെത്തിയിട്ടില്ല. അപ്പോൾ ആ മെഷീൻ്റെ അടുത്തെത്തി ഞങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ടിക്കറ്റ് വരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ ഓഫീസിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോഴാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 o'clock വരെ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം 4 o'clockന് നമ്മൾ ടിക്കറ്റ് എടുത്ത് അങ്ങ് വരെ നടന്ന് തിരിച്ച് ആൾക്കാർ 4:30 മുമ്പ് തിരിച്ചെത്തണം എന്നാണ്. അപ്പം 4:30 വരെ ഇത് ഓപ്പൺ ഉള്ളൂ. അപ്പം 9 o'clock തൊട്ട് 4:30 വരെയാണ് ഇതിൻ്റെ സമയം ഈ വിൻ്ററിൽ. ഓക്കെ, സമ്മറിൽ ടൈം മാറും. അപ്പം ആരെങ്കിലും ഈ സമയത്ത് ബ്ലാക്ക് ഫോറസ്റ്റ് ലൈൻ ടോട്ട്നൗവിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ സമയം ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോയി. പക്ഷെങ്കിൽ ഒന്നും നടന്നില്ല. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾ എത്തി. ഞാൻ ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്തു. അതാണ് മിഷൻ. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ ദിവസം ഞങ്ങളുടെ കൂടെ ഷാനില്ല, കാരണം ഷാന് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞാനും പപ്പയും മമ്മിയും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് ലൈനിൻ്റെ അവിടെ എത്തുകയാണ്. കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അകത്തൂടെ കുറേ ആൾക്കാരൊക്കെ പോകുന്നത് കാണാമല്ലോ അല്ലേ. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പം ഇവിടെ വരുന്നുള്ളവർ, ബ്ലാക്ക് ഫോറസ്റ്റിൽ വരുന്നവർക്ക് ഒരു നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് ഒരു തവണ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന്, അതിൻ്റെ ഓഫീസാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഒന്നുമല്ല നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു മെഷീൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ചെയറുണ്ട്. ഈ ഡോർ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അവിടേക്ക് നമുക്ക് വാഷ്റൂമാണ്. വാഷ്റൂം നമുക്ക് ഉപയോഗിക്കാം. വന്നു കഴിഞ്ഞതിന് ശേഷം വാഷ്റൂം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ അവർ സെക്യൂറാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ എടുത്ത ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ പ്ലാൻ ചെയ്യുന്നത് മമ്മീനെ വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മമ്മിയാണ് ഫസ്റ്റായിട്ട് സ്കാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്കാൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ബാർകോഡുണ്ട്. ആ ബാർകോഡ് കൊണ്ടുവന്ന് ഈ മിഷൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് സെൻസ് ചെയ്ത് ഗ്രീൻ ലൈറ്റ് കത്തും. അതുവരെ ബ്ലൂ ലൈറ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മളങ്ങ് പുഷ് ചെയ്ത് നടന്നു പോയാൽ മതി. മമ്മിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ മമ്മിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അടുത്തത് പപ്പയും മോളുമാണ് പോകുന്നത്. അവർക്കും ഗ്രീൻ കത്തി. അവരെയും ഞാനിങ്ങനെ പുഷ് ചെയ്ത് വിടുകയാണ്, അവർക്ക് അറിയാത്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് പോകുന്നത് മോനാണ്. അപ്പം അവനും ഇങ്ങനെ പുഷ് ചെയ്ത് പോയി. നെക്സ്റ്റ് ഞാനാണ്. അപ്പം നമ്മളെങ്ങനെ
ബ്ലാക്ക് ഫോറസ്റ്റ് ലൈനിലേക്ക് വന്നു. അപ്പം ഇവിടെ എന്തൊക്കെ നമുക്ക് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ലൈനിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ടോട്ട്നൗ വാസർഫാൾ എന്ന് പറയും. വാസർഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിൽ വാട്ടർ വെള്ളച്ചാട്ടം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ദാ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന വഴിയൊക്കെയാണ് കേട്ടോ, ആ ഒരു താഴ്വാരത്തിൽ കൂടാണ് ഞാൻ വന്നത്. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ മലകളും കാണാം. മഞ്ഞ് പെയ്ത് കഴിയുമ്പം നല്ല ഭംഗിയാണ്, കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കും. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, പിന്നെ ഫോണിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അവിടെ നിന്ന് കേട്ടോ. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2023 മെയ് 1 ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഓപ്പൺ ആവുന്നത്. കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബ്രിഡ്ജിലേക്ക് കയറി. അപ്പം പപ്പ ഇങ്ങനെ ചോദിക്കുകയാണോ ഇതിന് എത്ര എത്ര നീളമുണ്ട് ഇതിന്. അപ്പം ഞാൻ പപ്പയോട് പറയുന്നുണ്ട് ഇങ്ങനെ 450 മീറ്ററാണ് ഇതിൻ്റെ എത്ര നീളം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ 450 മീറ്റർ ഇങ്ങനെ അങ്ങോട്ട് നടക്കണം, അതുപോലെ തന്നെ 450 മീറ്റർ ഇങ്ങോട്ട് നടക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. അതുപോലെ തന്നെ 730 ടൺസ് വെയിറ്റ് ഉണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. ഇത് ഫുൾ മെറ്റാലിക് സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ, ഭയങ്കര സെക്യൂർഡാണ്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ ആണെങ്കിലും നടത്തുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിലവർ ഡോഗിനെയൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ നമ്മൾ ഡോഗിനെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞു പൊമേറിയൻ പോലത്തെ ഒക്കെ ഡോഗാണെങ്കിൽ അതിൻ്റെ കാല് കണ്ടോ, ആ ഒരു നമ്മൾ താഴെ ഇട്ടേക്കുന്ന ഒരു മെറ്റാലിക് ഇതാണ്. അപ്പോൾ ആ കട്ടയ്ക്കകത്ത് അതിൻ്റെ കാല് കുരുങ്ങിപ്പോവും. അപ്പം അതിന് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡോഗിനെ കൊണ്ടുവരുന്നവർ കുറച്ച് വലിയ ഡോഗിനെ ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരാൻ നല്ലത്. അല്ലാതെ കുഞ്ഞു ഡോഗിനെ കൊണ്ട് നമുക്ക് ഇതിൽ നടത്തുകയെന്ന് വെച്ചിരുന്നാൽ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളതിനെ ക്യാരി ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ മോളിങ്ങനെ നിന്ന് നോക്കുകയാണ്, അവളിങ്ങനെ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുകയാണ്. പിന്നെ ഞാൻ പപ്പയുടെയും മമ്മയുടെയും അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ ബ്രിഡ്ജ് കയറിയിട്ട് എങ്ങനെയുണ്ട് ഫീലിങ്സ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. രണ്ടുപേരും തംസപ്പ് ഒക്കെ പറഞ്ഞു, നല്ലതാണെന്നാണ് പറയുന്നത്. അതിന് ശേഷം ഇങ്ങനെ മോളിങ്ങനെ ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ടാണ് ഇതിലവൾ പോകുന്നത്. അങ്ങനെ ഓടി ഓടി ഇങ്ങനെ നടന്ന് പോവുകയാണ്. സമ്മറിലാണെങ്കിൽ ഇവിടെ ഫുൾ പച്ചിപ്പായിരിക്കും. ഇപ്പം വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ ഒരു കളറാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബ്രിഡ്ജിൽ കൂടെ. അപ്പച്ചനാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നല്ല ക്ലൈമറ്റാണ്, ഇന്നൊരു വെയിലൊക്കെ ഉള്ള ക്ലൈമറ്റാണ്. അങ്ങനെ മോള് വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരി താഴേക്കുള്ള കാഴ്ച അവൾ ശരിക്ക് കാണുന്നത് വീണ് കഴിഞ്ഞപ്പോഴാണ്. അപ്പം താഴേക്ക് നോക്കിയപ്പോൾ ഇത് ഭയങ്കര വലിയ കുഴി. അതുവരെ അവൾ ആ മെറ്റാലിക് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ആ കാർപ്പറ്റ് പോലത്തെ സംഭവം മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടുത്തെ. ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു സൈഡിൽ നമ്മൾ കാണുന്നത് മലയും അതിൻ്റെ താഴ്വാരവും ഇങ്ങനെ പച്ചിപ്പും ആണെങ്കിൽ, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോളിൻ്റെ പേരാണ് ടോട്ട്നൗ വാട്ടർഫോൾ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഹൈക്ക് ചെയ്ത് താഴേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഡ്രൈവ് ചെയ്ത് താഴേക്ക് ചെന്നിട്ട് ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ടും പോകാം. അപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 2 ഓപ്ഷനും ചെയ്തിട്ടില്ല. പപ്പയ്ക്കും മമ്മയ്ക്കും 9 ഡിഗ്രി ആണെങ്കിലും അവർക്ക് ഒരുപാട് തണുപ്പത്ത് നിൽക്കുന്നത് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇവർ നേരത്തെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ വാട്ടർഫോളിൽ പോയിട്ടുണ്ട്. പക്ഷേ അന്നേരം ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ബ്രിഡ്ജ് കാണിക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ബ്രിഡ്ജിൽ കൂടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കണം. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊരു 9 ഡിഗ്രി ഉണ്ട് ഞങ്ങൾ പോയ ദിവസം. അപ്പോൾ അറ്റ് എ ടൈമിൽ ഈ ഒരു ബ്രിഡ്ജിൽ നമുക്ക് മാക്സിമം ലോഡെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 പേർക്കേ നമുക്ക് അറ്റ് എ ടൈമിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും വെയിറ്റ് മാത്രമേ അതിന് താങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തൂങ്ങിയാടുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. പിന്നെ നല്ല ഭംഗിയാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് കുസൃതിയൊക്കെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്.
ഞങ്ങളിങ്ങനെ ഞാൻ മോളെ കൊണ്ട് ഇങ്ങനെ ഓടിയൊക്കെ എൻ്റർടൈൻ ചെയ്യാണ്. അതാ പപ്പ ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് കുലുക്കി നോക്കുകയാണ്. അപ്പം ഇതിങ്ങനെ കുലുങ്ങുമൊക്കെ ചെയ്യും. പിന്നെ അതാ തംസപ്പൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. പിന്നെ മോൻ ജമ്പ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ പല പല ഫണ്ണായിട്ട് ഞങ്ങളുടെ ഈ ഒരു ദിവസം ഇങ്ങനെ പോവാണ്. നല്ല ഇതാ കണ്ടോ, അങ്ങേ അറ്റത്തുനിന്ന് ഞങ്ങൾ കാണിക്കുമ്പോൾ ഇതാ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ എൻഡിലെത്തി. എല്ലാവരും ക്ഷീണിച്ച് ഇങ്ങനെ അവിടെ നമുക്ക് ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. വേണ്ടാത്തവർക്ക് തിരിച്ച് നടന്നു പോകാം. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടന്ന് താഴേക്ക് പോകാൻ പറ്റും, ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഞാൻ എന്താ ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പോയിൻറ്റഡ് ഹീൽസ് ഇട്ട് ഇവിടെ വരാൻ പാടില്ല കേട്ടോ, അതുവഴി നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മോള് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയപ്പോൾ എന്താ മോളിങ്ങനെ നടക്കാൻ പോയപ്പോഴാണ് അവൾ വീണപ്പം ഉണ്ടായിരുന്ന കാഴ്ച. ഇതാ ഒരുപാട് താഴ്ചയാണ്, താഴെ നിന്നുള്ള ഒരു ഓർമ്മ വന്നിട്ട് അവൾക്ക് നടക്കാൻ പേടിയാണ്. അങ്ങനെ അപ്പം അപ്പച്ചൻ അവളെ എടുത്തു. മോനിങ്ങനെ ജമ്പ് ചെയ്തൊക്കെ കാണിക്കുകയാണ്. അപ്പം അവനിഷ്ടമാണ്, അവൻ ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള ഒരാളാണ്. അവൻ എല്ലാ കാര്യവും ഇങ്ങനെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ ഓടി ഓടി തുള്ളിച്ചാടിയൊക്കെ വരുന്നത് എൻ്റെ മമ്മിയാണ് വീഡിയോ എടുത്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. പതുക്കെ പതുക്കെ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പം തന്നെ ഒരു 3:45. അപ്പം ഞങ്ങൾ വാട്ടർഫാൾ എപ്പോഴും എനിക്ക് ജർമ്മൻ വേർഡ് ഇടയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. അപ്പം വാട്ടർഫാളിൻ്റെ കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാലരുവി പോലെ, നമ്മുടെ നാട്ടിലെ പാലരുവി പോലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇപ്പം നമുക്ക് ആ വെള്ളത്തിലൊന്നും തൊടാൻ പറ്റത്തില്ല, ഫുൾ തണുപ്പാണ്. പിന്നെ അതാ വേറൊരു പപ്പയുടെയും മോളുടെയും ഒക്കെ വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ പൈൻ ഫോറസ്റ്റിൻ്റെ കാടാണ് കേട്ടോ. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഫുൾ എന്താണ് പൈനാണ്, പൈൻ മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ബ്രിഡ്ജ് ഇങ്ങനെ അനക്കി മമ്മിയെ പേടിപ്പിക്കുകയാണ്. അപ്പം അമ്മ അത് പിടിച്ചിങ്ങനെ നടക്കണം, ഓടി ഓടി പോവാണ്. ഞാനിങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ കുലുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കുലുക്കുമ്പോൾ ഇതിങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് ആയതുകൊണ്ട് അതിങ്ങനെ ഷെയ്ക്കാവും. അങ്ങനെ അവർ തിരിച്ചിതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തെത്തി. തംസപ്പൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഫണ്ണായിരുന്നു. മോള് ഇതാ വന്നു. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്ക്രൂവും ഈ ഒരു ഇതിൻ്റെ അകത്താണ്, പില്ലർ പോലത്തെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വലിച്ച് ഇവിടെ കെട്ടി വെച്ചിട്ടാണ്. ഇതൊരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു വയറാണ്. അപ്പോൾ ഈ വയറിലാണ് ഫുൾ നമ്മുടെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ തൂണുകളുണ്ട്. ഈ തൂൺ വഴി വലിച്ച് ഇവിടെ കെട്ടിയിട്ടാണ് നമ്മുടെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ അതിൻ്റെ മണ്ടേ വലിഞ്ഞ് കയറുന്നുണ്ട്. അപ്പം എൻ്റെ മോനും കയറുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെ പോയാലും ചോര പൊടിയാത്ത ഒരു ദിവസവും നമുക്കുണ്ടാവില്ല. പക്ഷെ ദൈവം സഹായിച്ച് മോള് വീണു, പക്ഷെങ്കിൽ മോൾക്ക് ചോരയൊന്നും പൊടിഞ്ഞില്ല. മോനും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ സേഫായിട്ട് ഇന്ന് കുഴപ്പമില്ലാണ്ട് വീട്ടിലെത്തിയ ഒരു ദിവസമാണ്. അങ്ങനെ അവൾക്കും ഇങ്ങനെ അതിൻ്റെ മേളിൽ കയറണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ കുഞ്ഞു മോളല്ലേ, നമുക്ക് അങ്ങനെ കയറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. തിരിച്ചിറങ്ങുകയാണ്. അപ്പം മമ്മിയുടെ ഫോണിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ലൈനിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെയൊക്കെ ഫോട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്നത്തെ വീഡിയോ ഒക്കെ എൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ബൈ പറഞ്ഞിട്ട് പോവാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പം താങ്ക് യു ഗായ്സ്, ബൈ.